വിളിച്ച് വേദനിപ്പിക്കുന്നതുമല്ല. ഇപ്പോൾ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. എനിക്ക് പോകണം. ഞങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ പിന്നെ അത് ചെയ്യുന്നത് രാഷ്ട്രീയ കുട്ടികളായിരിക്കും. ഒരു നയം കഴിക്കാതെ അവരെ ചെയ്യും. അതൊരു പക്ഷേ ഒരു രാത്രിയിൽ ഒരു സംഘം നിങ്ങളുടെ വീട്ടിൽ ഇരച്ചു കയറി അതിക്രമിച്ചുകൊണ്ടായിരിക്കും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ. അക്രമികൾ നിങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ അച്ഛൻ വിളക്കാം. നിങ്ങളുടെ സഹോദരങ്ങളെ വാൽമുടിയിൽ നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിലിട്ട് എണ്ണി 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 കണ്ണിച്ചോരയിലായി ഞങ്ങൾ രാഷ്ട്രീയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭരിക്കാതെ പറയുന്നില്ല, അല്ലാതെ ഞങ്ങൾക്ക് എന്റെ അമ്മ സഹോദരങ്ങൾ എനിക്കിതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തെ ഈ ഒരു ഭീകരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഒരു രാഷ്ട്രീയ പ്രതാപത്തിന്റെ പേരിൽ ആളുകൾ ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കും. അങ്ങനെ സംഭവിച്ചുകൂടാ. ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ഒന്നും ചെയ്യാനില്ല. ഒരു പരിഹാരത്തിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് വരെ നടത്തിയ പോരാട്ടങ്ങൾ എന്റെ ഒപ്പം നടക്കുന്നവർ അതോർത്ത് നിങ്ങൾ ഭയപ്പെടണ്ട. അത് നിങ്ങളില്ലെങ്കിൽ പകരം മറ്റൊരാൾ. ചിലപ്പോൾ അയാൾ ഇത് തന്നെയായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇയാളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കൂ. ഇയാളുടെ ആനുകൂല്യങ്ങളും എല്ലാം പറയാം. ഞങ്ങളിലൂടെ നിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഞങ്ങൾ സ്വന്തമാക്കുന്ന തുകയുടെ 3/2 ഭാഗം നിങ്ങളുടെ കുടുംബത്തിന് നൽകും. 2, നിങ്ങളുടെ അവയവങ്ങൾ, കിഡ്നി, ഹൃദയം, കണ്ണുകൾ ആവശ്യക്കാർക്ക് നൽകി ആ തുകയും നിങ്ങളുടെ കുടുംബത്തിനെ ഏൽപ്പിക്കും. ഇതൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾ. വ്യക്തിപരമായ നേട്ടങ്ങൾ വേറെയുണ്ട്. വായിച്ചു കൊടുക്കാം. മരണശേഷം സംസ്ഥാനത്തിലുടനീളം പരിശോധനകൾ സംഘടിപ്പിക്കും. ചാനലുകളും പത്രങ്ങളും സ്പെഷ്യൽ എപ്പിസോഡുകളും പേജുകളും നിർത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കും നിങ്ങളുടെ മരണം. മിസ്റ്റർ അനിരുദ്ധൻ, ഇതിലും ബെറ്റർ ഓഫർ ദൈവത്തെ കൂടാമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഈ നാളെ കൂടെ അവസാനിപ്പിക്കണം. ഇത് സർക്കാരിന്റെ വിലക്കുണ്ട്. സുഹൃത്തുക്കളെ ശ്രമിക്കണം. ഈ നാടിന് നിയമവിരുദ്ധമാണ്. ഇത് പൊതുവേദികൾ അവതരിപ്പിക്കാൻ പാടില്ല. ഗുണ്ടായിസം കൊലപാതക തൊഴിലായി കാണുന്ന ഇത്തരം ആശയമുള്ള ആയുധാലയങ്ങൾ ഇവിടെ അവരോധിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സുഹൃത്തെ, എന്താ ഇവിടെ പ്രശ്നം? ഇത് നിരോധിച്ച നാടകമൊന്നല്ല. ഞങ്ങൾ ഇതൊന്നും ചെയ്തു തീർത്തോട്ടെ. പറ്റില്ല. നാടകമൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് നിങ്ങൾ കാട്ടിക്കൊടുത്ത കോപ്പറേറ്റ് ഇറങ്ങൽ ജനങ്ങളിൽ ആശയക്കുണ്ടാക്കും. പാടില്ല. ഇല്ല, ഇത് ഇന്ന് ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള നാടകമാണിത്. ഇത് ഈ നാടിനെതിരാണ്, ജന നേതാക്കൾക്കെതിരാണ്. നിങ്ങൾ നിർത്തിക്കോ. ഞങ്ങൾ നേതാക്കൾക്കെതിരല്ല, നിയമത്തിനെതിരല്ല, നിയമത്തിനെതിരല്ല. അതൊക്കെ നിയമ സംവിധാനം
ഇല്ലെങ്കിൽ ഇതിലേറെ വലിയ വിഷമങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. സഹജീവികളെ, ഇവർക്കൊക്കെ സ്വന്തം അധികാരത്തിലും വളർച്ചയിലും മാത്രമാണ് നോട്ടം. ജനങ്ങൾക്കായി, ഒറ്റപ്പെട്ടവർക്കായി ശബ്ദിക്കാനും വേണ്ടി വന്നാൽ തെരുവിലിറങ്ങാനും നിങ്ങളുണ്ടാവണം. വരികളിലൂടെയും വാക്കുകളിലൂടെയും പ്രതികരിച്ച സന്മനസ്സുകൾക്ക് ശക്തിയും പിന്തുണയും നൽകി ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ ഈ വലിയ കലാകാരനോടൊപ്പം തോൾ ചേരലാണ് ഞങ്ങളുടെ ഈ ദൗത്യം. അതിന് നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അഭിമാനത്തോടെ